ലോകേഷ് കനകരാജ്. എത്ര മീം, എത്ര ട്രോൾസ്, ക്രിട്ടിസൈസ് ഒക്കെ അവനെ ചെയ്തത്. ഹി ഡിസേർവ്സ് ഇറ്റ്. പക്ഷെ എത്രയൊക്കെ ട്രോൾ ചെയ്താലും ഒരു കംബാക്ക് തരും എന്നുള്ളതിൽ ഉറപ്പുണ്ടായിരുന്നു. ആ കംബാക്ക് നമുക്ക് DC യിൽ കിട്ടിയിട്ടുണ്ട്. ഈവൻ ദോ ഇറ്റ്സ് നോട്ട് ഹിസ് ഡയറക്ഷൻ, ഹി നെയിൽഡ് ദ ഷോ. ഹിസ് പെർഫോമൻസ് വാസ് ടോപ്പ് നോച്ച് വിത്ത് അനീസ് മ്യൂസിക്. അരുൺ മാത്തേശ്വരൻസ് ഡയറക്ഷൻ. അരുൺ മാത്തേശ്വരൻസ് കരിയർ ബെസ്റ്റ് വർക്ക് ടിൽ ഡേറ്റ്. പുള്ളിയുടെ സാനിക്കായതൊക്കെ എനിക്ക് ഭയങ്കര മോസ്റ്റ് ഫേവറേറ്റ് ആണ്. പക്ഷെ അതിനെയും ടോപ്പ് ചെയ്ത് നിൽക്കുകയാണ് DC. See, this movie shouldn't be missed in theatre. This is what I have to say. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. OTT-യിൽ റിപ്പീറ്റ് വാച്ച് അടിക്കാം. ഈ മൂവി ആണെങ്കിൽ ഒരു 4-5 തവണ ഇങ്ങനെ വെറുതെ ഒക്കെ ഇരുന്ന് കാണാം. ചില പോർഷൻസ് മാത്രമേ എടുത്ത് കാണാം OTT വരുമ്പോൾ. പക്ഷേ ഫുൾ മൂവി ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റം ഉള്ള, നല്ല അടിപൊളി ഡോൾബി അറ്റ്മോസ് ഉള്ള ഒരു അടിപൊളി തിയേറ്ററിൽ തന്നെ സെലക്ട് ചെയ്ത് കാണുന്നതായിരിക്കും ബെറ്റർ. ഹെവി വയലൻസ് ഉണ്ട് മൂവിയിൽ. ആക്ഷൻ ത്രില്ലർ ആണ് വിത്ത് ഹെവി വയലൻസ്. ഇപ്പൊ കില്ല് പോലത്തെ മൂവിയൊക്കെ ഇഷ്ടപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ 100% ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉള്ള മൂവിയാണ്. പിന്നെ അരുൺ മാത്തേശ്വരൻസ് മൂവി, ഇഫ് യു നോ അബൌട്ട് ഹിം, യു വിൽ എക്സ്പെക്ട് ഒബ്വിയസ്ലി ദാറ്റ് വാട്ട് യു ആർ ഗോണ വിറ്റ്നസ്. സോ അതിനേക്കാളും ഹെവി സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് ഇപ്പോ ഒരു സോൾ ഇല്ലാതെ, ഇപ്പൊ നമുക്ക് ചില മൂവിയിൽ ഇപ്പൊ ആക്ഷൻ എന്നുള്ള പേരിൽ വെറുതെ വന്ന് കുറെ ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഓരോ ഫൈറ്റും, ഓരോ stabbing, or gunshot, it is like, something personal to us. Like when it is happening, we want that to happen when we are watching this movie. So DC is a must watch in theater. Blast, I don't know, I think, yeah, Blast was good, but this is something like, I don't know how to explain, guys. ഞാൻ already late ആണ്. I missed out of the FDFS. I always wanted to watch this movie on FDFS ever since the announcement came. I missed it, but finally I found a good screen to witness this movie. It is amazing. Every part, each and every cast and crew from all aspect of the movie is top notch. It's a 10/10 movie for sure. Go watch it in theaters if you love action thriller with heavy violence and bloodsheds. And also, apart from Anirudh, Arun and Loki, this Vamika, she nailed the show. Like you can expect while watching the promos and trailer. So this is like, she topped everything. Like she was the second best after Loki in the movie. So yeah, guys, please don't miss this. Lot of movies are coming in this month, so you have to save it, I know, but this one you shouldn't be missing. Peace out.